കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഫസീലയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് പിതാവ് മുഹമ്മദ് മാനു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെട്ടം കാപ്പ് ജുമാ മസ്ജിദിൽ ഫസീലയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിലാണ് കഴിഞ്ഞ ദിവസം യുവതിയെ മരിച്ച നിലയിൽ കണ്ടത്. മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കഴിഞ്ഞ 24-ന് രാത്രിയാണ് തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫ് എന്ന യുവാവിനൊപ്പം ഫസീല ലോഡ്ജിൽ മുറിയെടുത്തത്. യുവാവ് 25-ാം തീയതി രാത്രി 10 മണിയോടെ പണം എടുത്തുവരാം എന്ന് പറഞ്ഞ് ലോഡ്ജിൽ നിന്നും പുറത്തേക്ക് പോയി. പിന്നീട് തിരിച്ചെത്തിയില്ല. ഉച്ചയോടെ ഫസീല മരിച്ച വിവരം ലോഡ്ജ് അധികൃതർ നടക്കാവ് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഫസീലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെട്ടം ജുമാ മസ്ജിദിൽ സംസ്കരിക്കും. മകളുടെ മരണകാരണം കണ്ടെത്തണമെന്ന് ഫസീലയുടെ അച്ഛൻ മുഹമ്മദ് മാനു മാധ്യമങ്ങളോട് പറഞ്ഞു. മകൾക്ക് സംഭവിച്ചത് മറ്റ് സ്ത്രീകൾക്ക് ഒരിക്കലും സംഭവിക്കരുത്. മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും മുഹമ്മദ് മാനു പറഞ്ഞു. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേറെ കിട്ടിയതാണ്. അപ്പോൾ അതെന്താണ് ഏതാണെന്നല്ല അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് വീട്ടിൽ നിന്ന് പറയുന്ന കേൾക്കേണ്ട ജോലിക്കായിട്ട് പോകുന്നതാണെന്ന്. അപ്പോൾ ഇതെങ്ങനെ മരണപ്പെട്ടു, എന്താണ് ഇങ്ങനെ ലോഡ്ജിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടുകൊണ്ടെന്നുള്ള പേരാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ കേസുകൾ അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാം അറിയണം. അതിൻ്റെ പിന്നിൽ എന്താണെന്നല്ല അറിയണം. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് മറ്റുള്ളൊന്നും പറയാനില്ല. കാരണം അത്രയും വിഷമത്തിലാണ് നമ്മൾ മോളല്ലേ. അതേസമയം ഫസീലയോടൊപ്പം ലോഡ്ജിൽ താമസിച്ചിരുന്ന അബ്ദുൾ സനൂഫിനായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. അബ്ദുൾ സനൂഫ് ഉപയോഗിച്ച കാർ പാലക്കാട് ചക്കാന്തറയിൽ രാത്രി ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി. സനൂഫ് ലോഡ്ജിൽ നൽകിയ ഫോൺ നമ്പറും മേൽവിലാസവും വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സനൂഫിനെതിരെ ഫസീല നേരത്തെ ഒറ്റപ്പാലത്ത് പീഡന പരാതി നൽകിയിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.